പ്രതിഷേധക്കാരുമായി വീട്ടിലോ ഓഫീസിലോ വെച്ച് ചർച്ചയാകാമെന്ന് കേന്ദ്രമന്ത്രി ജെ.പി. നഡ്ഡ. കൊണാട്ട് പ്ലേസിലെ എല്ലാ കടകളും ഇന്ന് വൈകിട്ട് 6:30-ക്ക് അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യം പ്രതികരണത്തിലേക്ക്. मुलाकात के लिए तैयार है सर आप? नहीं अभी नहीं। हाँ हम तैयार हैं सर। कहाँ पे मुलाकात आपको लगता है? कहीं भी कोई भी लोकेशन? वो हमारे रेजिडेंस में आए या फिर हमारे ऑफिशियल ऑफिस में जो हमारे मंत्रालय सर जो ऑफिशियल है सर वहाँ पर आने के। तो यहाँ पे जे.पी. नड्डा साहब പി ബസന്ത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബസന്ത്, ഒരു നിഷ്പക്ഷ വേദിയിൽ ചർച്ചയാകാം എന്നതായിരുന്നു CJPയുടെ തീരുമാനം. ഇപ്പോൾ സർക്കാർ പറയുന്നത് വസതിയിലോ ഓഫീസിലോ വെച്ചോ എന്നാണ്. അതിനോട് CJPയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ? ചർച്ച ഇന്ന് മറ്റോ നടക്കാൻ സാധ്യതയുണ്ടോ? ദ്വിഷ ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഔദ്യോഗികമായ ഒരു ക്ഷണം ഇപ്പോൾ CJPക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വരുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് മന്ത്രി JP നഡ്ഡ പറഞ്ഞത് തൻ്റെ വീട്ടിലോ ഓഫീസിലോ വെച്ച് ചർച്ചയാകാം എന്നുള്ളതാണ്. നിഷ്പക്ഷമായ ഒരു വേദിയിൽ വേണം എന്നുള്ള CJPയുടെ ആവശ്യം സർക്കാർ ഔദ്യോഗികമായി തള്ളിക്കളയുന്നു എന്ന് തന്നെ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം. സർക്കാരിൻ്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് മാറിയിട്ടുള്ള മറ്റൊരു വിധത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളൊരു സൂചനയാണ് സർക്കാർ നൽകുന്നത്. മാത്രമല്ല ഇപ്പോൾ ചർച്ച എന്ന് വേണം, എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിലൊക്കെ CJPയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. ചർച്ച വേണം എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് CJP നിൽക്കുന്നത്. അത് പക്ഷേ നിഷ്പക്ഷമായ ഒരു സ്ഥലത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ചാകാമെന്നുള്ളൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. പക്ഷേ അക്കാര്യത്തിലൊന്നും സർക്കാർ വ്യക്തത വരുത്തുന്നില്ല. തൻ്റെ ഓഫീസിലോ വീട്ടിലോ ആകാമെന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ മന്ത്രി JP നഡ്ഡ നൽകുന്നത്. ഔദ്യോഗികമായി ക്ഷണം പോയിട്ടുമുണ്ട്. ഇനി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് CJPയാണ്. അതോടൊപ്പം തന്നെ സോനം വാങ്ചുക്കിനോടും ഈ നിരാഹാരം അവസാനിപ്പിച്ച ചർച്ചയുമായി സഹകരിക്കണമെന്നുള്ളൊരു ആവശ്യം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. സോനം വാങ്ചുക്ക് മറുപടി നൽകിയിരിക്കുന്നത് സർക്കാർ നൽകിയിട്ടുള്ള ഉറപ്പുകൾ പാലിക്കുകയാണെങ്കിൽ താൻ നിരാഹാരം പിൻവലിക്കാം എന്നുള്ളൊരു നിർദ്ദേശം സോനം വാങ്ചുക്കും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്ന ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം സർക്കാരിനെ തീർത്തും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ പല തലങ്ങളിലും വലിയ വ്യക്തതയില്ല. അല്പസമയം മുമ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അമിത്ഷാ സ്പീക്കറെ കണ്ടു എന്നുള്ള വിവരവും വരുന്നുണ്ട്. ഏതായാലും ഈ പാർലമെൻറ്റിൻ്റെ അകത്ത് പ്രതിപക്ഷമുയർത്തുന്ന പ്രതിഷേധം, പുറത്ത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ സമ്മർദ്ദം, ഇതിനിടയിൽ സർക്കാർ ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഒടുവിൽ അതിലൊരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു വഴി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടൊരു ഫാസ്റ്റ് ട്രാക്ക് കോടതി എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതായത് അതിവേഗ കോടതികളിൽ ഈ കേസുകൾ വിചാരണ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് ബോംബെ, കൽക്കട്ട, മധ്യപ്രദേശ്, ഡൽഹി ഈ 4 ഹൈക്കോടതികളുടെ കീഴിൽ അതിവേഗ കോടതികളായിരിക്കും ആദ്യഘട്ടത്തിൽ പ്രയോറിറ്റിയോട് മുൻഗണന അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നത്. 2024 വന്ന പ്രിവെൻഷൻ ഓഫ് കറപ്റ്റ് പ്രാക്ടീസസ് ഇൻ എൻട്രൻസ് എക്സാമിനേഷൻസ് എന്നുള്ള, അതായത് ഈ പൊതുപ്രവേശന പരീക്ഷകളിലെ ക്രമക്കേട് തടയുന്നതിന് 2024 കൊണ്ടുവന്ന നിയമപ്രകാരമായിരിക്കും ഈ കേസുകളൊക്കെ പരിഗണിക്കുക അല്ലെങ്കിൽ വിചാരണ ചെയ്യുക. പക്ഷേ അതിലുള്ളൊരു പ്രശ്നം, ഈ 2024 ഈ കേസ് പ്രകാരം ഇതുവരെ 4 കേസുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നാണ് സർക്കാർ തന്നെ ഔദ്യോഗികമായി പറയുന്നത്. ഇതിൽ 2 കേസുകൾ ബോംബെ ഹൈക്കോടതിയുടെ കീഴിലും അല്ലെങ്കിൽ പരിധിയിലും വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇത്രയും വിശദമായ വലിയ തോതിൽ രാജ്യത്താകമാനം തന്നെ 152 ചോദ്യപേപ്പറുകൾ ചോർന്നു എന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ആരോപിക്കുമ്പോൾ ഈ 2024 കേസ് നിയമപ്രകാരം എടുത്തിട്ടുള്ളത് വെറും 4 കേസുകൾ മാത്രമെന്നുള്ള ആ സുപ്രധാനമായൊരു വിവരം കൂടി സർക്കാർ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ അതിവേഗ കോടതികൾ എന്നുള്ളത് കോൺഗ്രസും പ്രതിപക്ഷവും അംഗീകരിക്കുന്നുമില്ല. കാരണം അല്പസമയം ഇന്ന് രാവിലെ KC വേണുഗോപാൽ പറഞ്ഞത് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ അതിവേഗ കോടതികൾ എന്തിന് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത ശേഷം ഇത്തരമൊരു വിചാരണയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തിന് എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു അതൃപ്തി അല്ലെങ്കിൽ അതിനോട് യോജിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ് അവർക്ക് ആദ്യം ആവശ്യം. അത് കഴിഞ്ഞ് ചർച്ചയാകാം എന്നുള്ളതാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ധർമ്മേന്ദ്ര പ്രധാനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് തന്നെയുള്ള നീക്കങ്ങളാണോ? ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ അങ്ങനെ ഒരു ചർച്ച പോലും സർക്കാരിൻ്റെ ഇടയിൽ നടക്കുന്നില്ലേ? അത്തരത്തിലൊരു ചർച്ചയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നില്ല. അതായത് ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള എന്തെങ്കിലും ചർച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടിയോ ആകാം, അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയാകാം എന്നുള്ള തരത്തിലുള്ള യാതൊരു സൂചനയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സോനം വാങ്ചുക്ക് പുറത്ത് വിട്ട ഒരു പ്രസ്താവനയിൽ ചില സൂചനകൾ ഉണ്ട്. അതായത് ഈ മന്ത്രിയെ മാറ്റി നിർത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് ജിതേന്ദ്ര സിംഗും JP നഡ്ഡയും പറഞ്ഞിരുന്നു എന്നുള്ളത്. ആ ഉറപ്പ് പാലിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്നൊരു
ഒരു വാചകം അതിലുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള യാതൊരു സൂചനയും ഇപ്പോഴില്ല. ചിലപ്പോൾ ഭാവിയിൽ മന്ത്രിസഭയുടെ പുനഃസംഘടനയൊക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിയേക്കാം. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷത്തിന് മുന്നിൽ അത്തരത്തിലൊരു കീഴടങ്ങലിന് സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഒക്കെ തന്നെ വളരെ ശക്തമായ നിലപാടെടുക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് വീണ്ടും കോൺഗ്രസ് എംപിമാരുടെ ഒരു യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇനി അന്ന് ഖാർഗെയുടെ വസതിയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്തതുപോലെയുള്ള പെട്ടെന്നുള്ള എന്തെങ്കിലും സമരപരിപാടികളിലേക്ക് കോൺഗ്രസ് മാറുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. ദിവിഷ്. ശരി.